സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SMAW പ്രക്രിയയിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിലെ കോർണർ ജോയിന്റിനെ കുറിച്ചാണ്. ഉദ്ദേശ്യം: ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇതിന് സാധിക്കും. ടാക്ക് വെൽഡിങ്ങും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ട അനുയോജ്യമായ ഇലക്ട്രോഡുകളെ തിരഞ്ഞെടുക്കാൻ ടാക്ക് വെൽഡ്, ഓവർഹെഡ് പൊസിഷനിൽ കോർണർ ജോയിന്റിൽ പ്ലേറ്റുകൾ സെറ്റ് ചെയ്ത് തയ്യാറാക്കുക, വെൽഡ്മെന്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. ഇപ്പോൾ നമുക്ക് SMAW പ്രക്രിയയിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള MS പ്ലേറ്റിലെ കോർണർ ജോയിന്റിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് വയറും, ഇലക്ട്രോഡ് ഹോൾഡർ. ഇലക്ട്രോഡുകൾ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീനും അതിന്റെ സെറ്റപ്പ് അക്സസറികളും, സി ക്ലാമ്പ്. ഇപ്പോൾ നമുക്ക് SMAW പ്രക്രിയയിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിലെ കോർണർ ജോയിന്റിന് വേണ്ടിയുള്ള പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. 10 mm കനമുള്ള 2 MS പ്ലേറ്റുകൾ മുറിച്ചെടുക്കുക. 150 mm നീളവും 50 mm വീതിയും ഉണ്ടായിരിക്കണം. പ്ലേറ്റിന്റെ ഉപരിതലം വൃത്തിയാക്കുകയും ചതുരാകൃതിയിൽ അരികുകൾ ഫയൽ ചെയ്യുകയും വേണം. ഓവർഹെഡ് പൊസിഷനിൽ കോർണർ ജോയിന്റിൽ പ്ലേറ്റുകൾ സെറ്റ് ചെയ്ത് തയ്യാറാക്കുക. 2.5 mm റൂട്ട് ഗ്യാപ്പോടുകൂടി പീസുകൾ ഒരു കോർണർ ജോയിന്റായി സജ്ജമാക്കുക. നിങ്ങളുടെ കൈകളുടെ ഭാരം കുറയ്ക്കാൻ നേരിയ വെൽഡിംഗ് കേബിൾ ഉപയോഗിക്കാം. വർക്ക് പീസിനെ ഓവർഹെഡ് പൊസിഷനിൽ ശരിയാക്കി അനുയോജ്യമായ ഉയരത്തിൽ ക്രമീകരിക്കുക. ഇപ്പോൾ നമുക്ക് SMAW പ്രക്രിയയിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിലെ കോർണർ ജോയിന്റിന് വേണ്ടിയുള്ള വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. .15 mm MS ഇലക്ട്രോഡും 100 amps കറണ്ടും സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ കൈകളുടെ ഭാരം കുറയ്ക്കാൻ നേരിയ വെൽഡിംഗ് കേബിൾ ഉപയോഗിക്കാം. വർക്ക് പീസിനെ ഓവർഹെഡ് പൊസിഷനിൽ ശരിയാക്കി അനുയോജ്യമായ ഉയരത്തിൽ ക്രമീകരിക്കുക. ഇലക്ട്രോഡിനെ കഴിയുന്നത്ര അടുത്തും പ്ലേറ്റ് സർഫസിലേക്ക് സ്ക്വയറായും ചെറിയ കോണിൽ നിർത്തണം. ഇലക്ട്രോഡിനെ ഗ്യാപ്പിൽ നന്നായി നിലനിർത്തുകയും കീ ഹോളിനെ നിയന്ത്രിച്ചുകൊണ്ട് റൂട്ട് സൈഡിൽ വെൽഡിനെ ചെറുതായി ബലപ്പെടുത്തുകയും ചെയ്യുക. ഷോർട്ട് ആർക്കിൽ വെൽഡ് ചെയ്യുക. ലാഗിനെ നിയന്ത്രിക്കുക. അത് തീരെ കുറയാനോ ഒത്തിരി കൂടുതലാകാനോ പാടില്ല. വർക്ക് പീസിന്റെ അവസാനം വരെ വെൽഡ് ചെയ്യുക. തണുപ്പിച്ചതിന് ശേഷം സ്ലാഗ് ചിപ്പ് ചെയ്ത് വെൽഡ് പരിശോധിക്കുക. അതിനുശേഷം വയർ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വെൽഡ് പരിശോധിക്കുക.
വെൽഡ്മെൻസ് പരിശോധിക്കുക. .15 ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് 110 ആംസ് കറണ്ട് സെറ്റ് ചെയ്യുക. വേവ്ഡ് ബീഡിംഗ് ടെക്നിക് ഉപയോഗിക്കുക. വെൽഡിന്റെ ഫേസിലോട്ട് ഇലക്ട്രോഡിനെ മാറ്റണം. ബീഡിന്റെ മധ്യഭാഗത്ത് കൂടുതൽ മെറ്റൽ നിക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ മധ്യഭാഗം തൂങ്ങി നിൽക്കും. വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പറഞ്ഞിരിക്കുന്ന വെൽഡ് സൈസിനുള്ളിൽ തന്നെ നിൽക്കണം. അണ്ടർകട്ട് തടയുന്നതിനു വേണ്ടി വെൽഡിന്റെ വശങ്ങളിൽ അല്പസമയം നിർത്തുക. സ്ലാഗ് ചിപ്പ് ചെയ്ത് കളയുക. വയർ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. വെൽഡ് പരിശോധിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ SMAW പ്രക്രിയയിലൂടെ ഓവർഹെഡ് പൊസിഷനിൽ ഒരു 10 mm കനമുള്ള MS പ്ലേറ്റിൽ കോർണർ ജോയിന്റിന് പിൻപറ്റേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളെക്കുറിച്ച് നോക്കും. സുരക്ഷാ വസ്ത്രങ്ങളും വെൽഡിംഗ് ഗോഗിൾസും ഉപയോഗിക്കുക. ഒരു യൂണിഫോം വെൽഡ് സൈസും ബീഡിന്റെ ഷേപ്പും നിലനിർത്തുക. ബ്ലോ ഹോൾസ്, uneven ripples, undercut, spatters, recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് പ്ലേറ്റുകൾ തയ്യാറാക്കുക, കോർണർ ജോയിന്റായി ജോബ് സെറ്റ് ചെയ്യുക, ഓവർഹെഡ് പൊസിഷനിൽ കോർണർ ജോയിന്റ് വെൽഡ് ചെയ്യുക, വെൽമെൻസ് വൃത്തിയാക്കി പരിശോധിക്കുക.